Hello dear friends and students, welcome to our YouTube channel Phoenix Technozz. എൻ്റെ പേര് ആരതി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ Btech സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ 4 വർഷവും എന്തൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്നും ആ ഓരോ സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ആ ഓരോ സബ്ജക്റ്റിൻ്റെയും സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ ടെക്നിക്കൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ തന്നെ കോർ സബ്ജക്റ്റായ സ്ട്രക്ചറൽ അനാലിസിസ് ആണ് നമ്മൾ ആദ്യമായി ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി KTUവിൻ്റെ നിങ്ങളുടെ ഫോർത്ത് സെമസ്റ്ററിൽ സ്ട്രക്ചർ അനാലിസിസ് 1 ഉണ്ട്. ആ ഫോർത്ത് സെമസ്റ്ററിലുള്ള സ്ട്രക്ചർ അനാലിസിസ് 1ലെ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചർ അനാലിസിസ് 1ലെ ഞങ്ങളുടെ പാർട്ട് 1 വീഡിയോ ആണിത്. ഇതിലെ കണ്ടന്റ് എന്നതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ ആൻഡ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്നതാണ്. അതുകൂടാതെ ഗേറ്റ് എക്സാമിനേഷന് പൊതുവെ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യനുകളാണ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. കൂടാതെ മറ്റു ടെക്നിക്കൽ എക്സാംസ് ആയ ബാർക്കിൻ്റെ ആണെങ്കിലും ISROയുടെ ആണെങ്കിലും അസിസ്റ്റന്റ് എഞ്ചിനീയറിൻ്റെ ആണെങ്കിലും എക്സാമുകൾക്ക് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഡിറ്റർമിൻ ചെയ്യാനുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചു വരുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ചിന്തിക്കാനുള്ളത് സ്ട്രക്ചർ എന്താണ് എന്നതാണ്. വാട്ട് ഈസ് സ്ട്രക്ചർ ഓർ വാട്ട് ഡു വി മീൻ ബൈ ദ ടേം സ്ട്രക്ചർ? സ്ട്രക്ചർ എന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന്. സ്ട്രക്ചൂറ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് സ്ട്രക്ചർ എന്ന ടേം കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അത് മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫിറ്റിംഗ് ടുഗദർ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് എന്നതൊക്കെയാണ് ആ സ്ട്രക്ചൂറ എന്ന ലാറ്റിൻ വേർഡിൻ്റെ മീനിങ് എന്നത്. സിമ്പിളായിട്ട് സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഓഫ് കണക്റ്റഡ് പാർട്സ് യൂസ്ഡ് ടു സപ്പോർട്ട് ലോഡിനെ നമുക്ക് സ്ട്രക്ചർ എന്ന് വിളിക്കാം. അപ്പോൾ ഒരു ലോഡിനെ സപ്പോർട്ട് ചെയ്യാൻ ചില പാർട്സുകൾ കണക്ട് ചെയ്ത് ഒരു സിസ്റ്റം ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി സ്ട്രക്ചറിന് മറ്റൊരു ടെക്നിക്കൽ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇലാസ്റ്റിക് ബോഡി വിച്ച് സപ്പോർട്ട്സ് ദ ലോഡ് അപ്ലൈഡ് ബൈ അണ്ടർഗോയിങ് എ സ്മോൾ ഡിഫോർമേഷൻ ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ഒരു ഇലാസ്റ്റിക് ബോഡി കൺസിഡർ ചെയ്യുന്നു. ആ ബോഡിയിൽ ഞാനൊരു ലോഡ് കൊടുത്തു. അപ്പോൾ ആ ലോഡിനെ അത് വിസ്റ്റാൻഡ് ചെയ്യണം. എങ്ങനെ വിസ്റ്റാൻഡ് ചെയ്യും? ഒരു ചെറിയ ഡീഫോർമേഷൻ അണ്ടർഗോ ചെയ്തുകൊണ്ടായിരിക്കാം ആ ഇലാസ്റ്റിക് ബോഡി ആ ലോഡിനെ വിസ്റ്റാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ലോഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് സപ്പോർട്ട് കൊടുക്കുന്നു. അപ്പോൾ ആ ഡീഫോർമേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് അവിടെ ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്യുന്നു എങ്കിൽ അതിനെ നമുക്ക് സ്ട്രക്ചർ എന്ന് വിളിക്കാം. ഇനി ചിലയിടത്ത് മെക്കാനിസം എന്ന ടേം യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഡീഫോർമേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിലാണ് അതിനെ നമ്മൾ മെക്കാനിസം എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഈ പറഞ്ഞ സ്ട്രക്ചറിന് ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്കറിയാം സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാം. ഇപ്പോൾ ഒരു ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ ബിൽഡിംഗ് ഒരു സ്ട്രക്ചറാണ്. ആ ബിൽഡിങ്ങിലെ ഓരോ സ്ട്രക്ചറൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഫൂട്ടിംഗ് ഉണ്ട്, കോളം ഉണ്ട്, സ്ലാബ് ഉണ്ട്, ബീമുണ്ട്. ഞാനപ്പോൾ അതിൽ സ്ട്രക്ചറൽ എലമെൻ്റായ ബീം കൺസിഡർ ചെയ്യും. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഞാൻ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. സിംപ്ലി സപ്പോർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരെൻഡ് ഹിഞ്ചഡ് ആയിട്ടുള്ള സപ്പോർട്ടും മറ്റേ എൻഡ് റോളർ ആയിട്ടുള്ള സപ്പോർട്ടും ഉള്ള ബീമിനെയാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം വിവിധ തരത്തിലുള്ള സപ്പോർട്ടുകൾ, വിവിധ തരത്തിലുള്ള ബീമുകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ബേസിക്കായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം ഞാൻ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ബീം കൺസിഡർ ചെയ്യുകയാണ്. അപ്പം ഈ സിംപ്ലി സപ്പോർട്ട് ആയിട്ടുള്ള ഒരു ബീമിൽ ഞാനൊരു എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ കൊടുത്ത ലോഡ് അപ്ലൈ ചെയ്ത ലോഡിനെ ഈ ഒരു ബീമിനവിടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം, അല്ലെങ്കിൽ ഇതിനെ വിസ്റ്റാൻഡ് ചെയ്യണം. എങ്ങനെയാണ്? ആ ഒരു ബീം ചെറിയൊരു ഡീഫോർമേഷൻ അണ്ടർഗോ ചെയ്തുകൊണ്ടാണ് ഈ കൊടുത്ത എക്സ്റ്റേണൽ ലോഡിനെ വിസ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. ഒരു ഇലാസ്റ്റിക് ബോഡിയാണ്, അതിലൊരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ഒരു ചെറിയൊരു ഡീഫോർമേഷൻ അണ്ടർഗോ ചെയ്തുകൊണ്ടാണ് ആ ലോഡിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിന് എക്സാമ്പിളാണ്. ഇനി ഞാൻ പറഞ്ഞു സ്മോൾ ഡിഫോർമേഷൻ, ചെറിയൊരു ഡിഫോർമേഷൻ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ചെറിയ ഡിഫോർമേഷൻ എന്ന് വിളിക്കാൻ കാരണം? ഇപ്പം ഈ ബീമിൻ്റെ ഒറിജിനൽ ലൈനാണിത്. അപ്പം ഈ ഒറിജിനൽ ലൈനും ലോഡ് അപ്ലൈയും തമ്മിലുള്ള ആംഗിള് ഡിഫോർമേഷൻ സംഭവിച്ച് ചെയ്തതിന് ശേഷവും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്മോൾ ഡിഫോർമേഷൻ എന്ന് വിളിക്കാൻ പറ്റുന്നത്.
എന്നുവെച്ചാൽ ഇപ്പോൾ ഞാൻ ലോഡ് കൊടുത്തു, ബീമിൻ്റെ ഒറിജിനൽ ലൈൻ ഇതാണ്, ലോഡ് അപ്ലൈഡും അതുപോലെ പ്ലെയിനും തമ്മിലുള്ള ആംഗിൾ ഡീഫോർമേഷൻ സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷവും മാറുന്നില്ല എന്നുണ്ടെങ്കിലാണ് സ്മോൾ ഡീഫോർമേഷൻ ആണ് എന്ന് നമുക്ക് പറയുന്നത്. ലാർജ് ഡീഫോർമേഷൻ ആണ് എന്നുള്ള കേസസ് ആണെങ്കിൽ നമുക്കതിനെ സ്ട്രക്ചറായിട്ട് കണക്ക് കൂട്ടാൻ പറ്റുകയില്ല. അതിന് എക്സാമ്പിളാണ് ടൈറ്റൻഡ് ആയിട്ടുള്ള റോപ്പ്. അതിനെന്ന് പറയുമ്പോൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ലാർജ് ഡീഫോർമേഷൻ ആണ് സംഭവിക്കുന്നത്, അതിനെ നമുക്ക് സ്ട്രക്ചറായിട്ട് കണക്ക് കൂട്ടാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇതാണ് സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷനും ഒരു എക്സാമ്പിളും എന്നുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണ്? സ്ട്രക്ചറൽ അനാലിസിസ് ആണ്. അനാലിസിസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അനാലിസിസ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ഓഫ് എ ബോഡി ഓർ എ സ്ട്രക്ചർ ഡ്യൂ ടു ലോഡ് അപ്ലൈഡ് ആണ് ഈ അനാലിസിസിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ലോഡ് അപ്ലൈ ചെയ്താൽ എന്തൊക്കെ ഫോഴ്സസ് അവിടെ ആക്ട് ചെയ്യുന്നു, അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത് അനാലിസിസ് പ്രോസസ്സാണ്. ഇനി സ്ട്രക്ചറൽ അനാലിസിസ് എന്ത് കാര്യമാണെങ്കിലും, എന്ത് ഇക്വേഷൻസ് നമ്മൾ പറയുകയാണ്, എന്ത് തിയറി അല്ലെങ്കിൽ എന്ത് പ്രിൻസിപ്പിൾസ് പറയുകയാണെങ്കിലും ചില അസംഷൻസ് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കാം അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ അനാലിസിസിലും കോമൺ ആയിട്ട് ചില അസംഷൻസ് എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ സ്ട്രക്ചറിൻ്റെ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞപ്പം പറഞ്ഞു ആൻ ഇലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞു. അപ്പോൾ ലീനിയർലി ഇലാസ്റ്റിക് എന്നത് തന്നെയാണ് സ്ട്രക്ചറൽ അനാലിസിസിൻ്റെ ഫസ്റ്റ് അസംഷൻ എന്നത്. പിന്നീട് സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹോമോജീനസുമാണ് ഐസോട്രോപ്പിക്കുമാണ്. എന്താണ് ഈ ഹോമോജീനസും ഐസോട്രോപ്പിക്കും എന്ന് പറഞ്ഞാൽ? ഹോമോജീനസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറിൽ ഞാൻ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു, ആ പോയിന്റിൽ എക്സ് ഡയറക്ഷനിലോട്ട് ഒരു പ്രോപ്പർട്ടി ആയിരിക്കും. ഇനി ആ സ്ട്രക്ചറിൽ വേറൊരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു, അതിൻ്റെ എക്സ് ഡയറക്ഷനിലോട്ട് ഒരു പ്രോപ്പർട്ടി കാണും. ഈ രണ്ട് പ്രോപ്പർട്ടിയും സെയിം ആണ് എങ്കിൽ അതിനെ എനിക്ക് ഹോമോജീനസ് എന്ന് വിളിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പം ഇതൊരു ബീമാണെന്ന് ഇരിക്കട്ടെ, ഈ ബീമിലെ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു, ഈ പോയിന്റിൽ എക്സ് ഡയറക്ഷനിലോട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇനി മറ്റൊരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു, അതിൻ്റെ എക്സ് ഡയറക്ഷനിലോട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം ഡിഫറെൻറ്റ് പോയിന്റ്സിലെ സെയിം ഡയറക്ഷനിൽ സെയിം പ്രോപ്പർട്ടി ആണ് എന്നുണ്ടെങ്കിൽ ഇതൊരു ഹോമോജീനസ് മെറ്റീരിയൽ ആണ് എന്ന് എനിക്ക് പറയാം. ഇനി അടുത്തതാണ് ഐസോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ. ഐസോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഈ ബീം കൺസിഡർ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ എലമെന്റ് കൺസിഡർ ചെയ്തു, ഇതിലൊരു പോയിന്റ് എടുക്കുന്നു. ഈ പോയിന്റിൽ ആ പർട്ടിക്കുലർ പോയിന്റിലെ ഏത് ഡയറക്ഷൻ എടുത്താലും സെയിം പ്രോപ്പർട്ടി ആണ് ഈ മെറ്റീരിയലിന് എങ്കിൽ ഇതൊരു ഐസോട്രോപ്പിക് മെറ്റീരിയൽ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ സ്ട്രക്ചർ ഹോമോജീനസും ആണ് ഐസോട്രോപ്പിക്കും ആണ്, രണ്ട് അസംഷൻസ് ആണ്. ഇനി കൂടാതെ നമ്മളിനി സ്ട്രക്ചർ അനാലിസിലൊക്കെ പഠിക്കുമ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ യൂസ് ചെയ്ത് പലയിടത്തും ഡെറിവേഷൻസ് അതായത് ഇക്വേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പം പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ നമുക്ക് വാലിഡ് ആണ്. ഒരു സ്ട്രക്ചർ എടുത്താൽ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതും അടുത്ത ഒരു അസംഷൻ ആണ്. ഓക്കെ, നമുക്കിനി നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. ഫസ്റ്റ് ആദ്യം തന്നെ പറയാനുള്ളത് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം എന്താണ്, അല്ലെങ്കിൽ ഇക്വേഷൻസ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്താണ്? ഈ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫിസിക്കൽ ബാലൻസ് ആണ് ഇക്വിലിബ്രിയം എന്നതുകൊണ്ട് നമ്മൾ മീൻ ചെയ്ത്. ഇപ്പം നമ്മുടെ മൈൻഡിൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഒരു കാം സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ നമുക്ക് ഇക്വിലിബ്രിയം എന്ന് വിളിക്കാം. അപ്പം ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ബാലൻസ് ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ റെസ്റ്റിലിരിക്കുന്ന ഒരു കണ്ടീഷനെയാണ് ഇക്വിലിബ്രിയം എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത് ഇക്വേഷൻസ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്താണ്, അതായത് ഒരു സ്ട്രക്ചറിൻ്റെ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താണ്, അതിൻ്റെ ഇക്വേഷൻസ് എന്താണ്, എത്ര ഇക്വേഷൻസ് ഉണ്ട് എന്നതാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ സ്ട്രക്ചർ അനാലിസിൽ പഠിക്കുന്നത് 2Dയുടെ കാര്യമാണ്, അതായത് പ്ലെയിനിൽ ഇരിക്കുന്ന 2 ഡയമെൻഷൻ ആയിട്ടുള്ള സ്ട്രക്ചറിൻ്റെ കാര്യമാണ് നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു പ്ലെയിനിലിരിക്കുന്ന ഒരു ബോഡി എടുത്താൽ ആ ബോഡി ഇക്വിലിബ്രിയത്തിൽ ആണ് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം? അത് റെസ്റ്റിലായിരിക്കണം. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നെറ്റ് ഫോഴ്സുകൾ ഉണ്ടായത് ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ ഒരു ബോഡിയുടെ ഇക്വിലിബ്രിയം 2D ആയിട്ടിരിക്കുന്ന ഒരു ബോഡിയുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ്റെ ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആ ഒരു സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ആ ഒരു ബോഡിയിലെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ എല്ലാ ഫോഴ്സുകളുടെ സം എടുത്താലും 0 കിട്ടണം. അതുപോലെ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള എല്ലാ ഫോഴ്സുകളുടെ സം എടുത്താലും 0 കിട്ടണം. കൂടാതെ ഏതൊരു പോയിന്റ് അബൌട്ടുള്ള എല്ലാ മൊമെൻറ്റുകളും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിന് സം എടുത്താലും 0 കിട്ടണം. അപ്പോൾ ഞാൻ 3 ഇക്വേഷനാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരു ഇക്വിലിബ്രിയത്തിലായിരിക്കുന്ന 2D ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഫ്രെയിമിൻ്റെ 3 കണ്ടീഷൻസ് ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ്?
ഹൊറിസോണ്ടൽ ഫോഴ്സുകളുടെ സം എടുക്കുമ്പം 0 കിട്ടണം. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഫോഴ്സുകളുടെ സം എടുക്കുമ്പോഴും 0, മൊമെന്റിന്റെ സം എടുക്കുമ്പോഴും 0. അപ്പം ഈ 3 ഇക്വേഷൻസ് ആണ് ഇക്വേഷൻസ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം 2Dയിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. അപ്പം മൊത്തം എത്ര ഇക്വേഷൻസ് ഉണ്ട്? 3 നമ്പേഴ്സ്, 3 നമ്പേഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണ് 2Dയിൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ 2Dയുടെ കാര്യമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നത്. ഇനി ഞാൻ മറിച്ച് 3Dയുടെ കാര്യം എടുക്കുകയാണ്. 3D എന്ന് പറയുമ്പോൾ സ്പേസിലിരിക്കുന്ന ഒരു ബോഡി എടുക്കുന്നു. അപ്പം നമ്മൾ സാധാരണയായിട്ട് എത്ര ഡയറക്ഷനാണ് പറയുന്നത്? എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, ഇസഡ് ഡയറക്ഷൻ. അപ്പം ഈ 3 ഡയറക്ഷനിലുള്ള കറസ്പോണ്ടിങ് ഫോഴ്സുകളുടെയും മൊമെൻറ്റുകളുടെയൊക്കെ സമ്മ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ 0 കിട്ടണം. അതാണ് അവിടുത്തെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്നത്. അപ്പോൾ ഇതുകൂടെ ഇതിപ്പോൾ 2Dയിൽ ഞാൻ സിഗ്മ എച്ച് 0 എന്ന് പറഞ്ഞു, ഹൊറിസോണ്ടൽ ഫോഴ്സുകളുടെ സമ്മ് 0, അല്ലെങ്കിൽ എനിക്കതിനെ സിഗ്മ എഫ് എക്സ് ഇസിക്കൽ ടു 0 എന്ന് പറയും. മറ്റൊരു രീതിയിൽ നൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ എക്സ് ഡയറക്ഷനിലുള്ള എല്ലാ ഫോഴ്സുകളുടെയും സമ്മ് എടുത്താൽ നമുക്ക് 0 കിട്ടും. അതുപോലെ സിഗ്മ വി ഇസിക്കൽ ടു 0, വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള എല്ലാ ഫോഴ്സുകളുടെ സമ്മ് എടുത്താൽ നമുക്ക് 0 കിട്ടണം. അപ്പോൾ അതിനെ സിഗ്മ എഫ് വൈ ഇസിക്കൽ ടു 0 എന്ന് എനിക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇനി മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ഇസഡ് ഡയറക്ഷൻ അലോങ് ആയിട്ടാണ് അവിടെ മൊമെൻ്റ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കതിനെ സിഗ്മ എം ഇസഡ് ഇസിക്കൽ ടു 0 എന്ന് പറയാം. അപ്പോൾ ഈ 3 ഇക്വേഷനാണ് 2D ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എന്നത്. ഇനി ഇത് നേരെ സ്പേസിലാന്നിരിക്കട്ടെ, 3D ആന്നിരിക്കട്ടെ. 3D ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എക്സ് ഡയറക്ഷൻ ഉണ്ട്, വൈ ഡയറക്ഷൻ ഉണ്ട്, ഇസഡ് ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ 3 ഡയറക്ഷനിലെയും ഫോഴ്സുകളും അതുപോലെ 3 ഡയറക്ഷനിലെയും മൊമെൻറ്റുകളും. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ സിഗ്മ എഫ് എക്സ് എഫ് വൈ എം ഇസഡ് ഇവിടെ പറഞ്ഞു. അതുകൂടാതെ സിഗ്മ എഫ് എക്സ് 0, സിഗ്മ എഫ് വൈ 0, സിഗ്മ എഫ് ഇസഡ് 0, സിഗ്മ എം എക്സ് 0, സിഗ്മ എം വൈ ഇസിക്കൽ ടു 0, സിഗ്മ എം ഇസഡ് ഇസിക്കൽ ടു 0. അപ്പോൾ അവിടെ മൊത്തം എത്ര ഇക്വേഷൻസ് ആയി? 6 നമ്പേഴ്സ് ഓഫ് ഇക്വേഷൻസ് ആയി 3Dയുടെ കേസിൽ, അഥവാ സ്പേസിലിരിക്കുന്ന ഒരു ഫ്രെയിമിൻ്റെ സ്ട്രക്ചറിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് നമ്മൾ ഇനി പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. 2D ആണ്, പ്ലെയിൻ ആണ് എന്നുണ്ടെങ്കിൽ 3 നമ്പേഴ്സും, സ്പേസ് ആണ് 3D ആണെന്നുണ്ടെങ്കിൽ 6 നമ്പേഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണ് നമുക്കൊരു സ്ട്രക്ചർ, ഒരു ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു ബോഡിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇക്വേഷൻസ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലെങ്കിൽ എന്തൊക്കെ ഇക്വേഷൻസ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. 2D ആണെങ്കിൽ 3 നമ്പേഴ്സ് ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ, സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണുള്ളത്. സിഗ്മ എഫ് എക്സ് 0, സിഗ്മ എഫ് വൈ 0, സിഗ്മ എം ഇസഡ് 0. ഇനി 3D അഥവാ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ 6 നമ്പേഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എന്താണെന്ന് പരിചയപ്പെട്ടു. 2D ആണ്, പ്ലെയിൻ ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ 3 നമ്പേഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉണ്ട്. അതുപോലെ 3D അല്ലെങ്കിൽ സ്പേസ് ഫ്രെയിം ആണ് എന്നുണ്ടെങ്കിൽ 6 നമ്പേഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ടേം നോക്കാം. അതാണ് ഡിറ്റർമിനേറ്റും ഇൻഡിറ്റർമിനേറ്റും എന്താണ് എന്നുള്ളത്. ഡിറ്റർമിനേറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഇൻഡിറ്റർമിനേറ്റ് ആണെങ്കിൽ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി എന്താണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പറ്റാത്തത്? അപ്പോൾ നമ്മൾ ചെയ്യുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് ആണ്. അനാലിസിസ് എന്ന് പറയുമ്പോൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു സ്ട്രക്ചറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബോഡിയുടെ റെസ്പോൺസ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ട്രക്ചറിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന അവിടെ സപ്പോർട്ട് റിയാക്ഷൻസ്, ഇൻറ്റേർണൽ ഫോഴ്സസ് അല്ലെങ്കിൽ മെമ്പർ ഫോഴ്സസ്, ഇൻറ്റേർണൽ സ്ട്രെസ്സസ്, അതായത് ടോട്ടലി അവിടെ ഉണ്ടാകുന്ന അൺനോൺസ് എന്തൊക്കെയാണ്, ആ അൺനോൺസ് ആണ് നമുക്ക് അനാലിസിസിലൂടെ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഒരു സ്ട്രക്ചറിലെ എല്ലാ അൺനോൺസും വിത്ത് ദി ഹെൽപ്പ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള സ്ട്രക്ചറിനെയാണ് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്കൊരു സ്ട്രക്ചറിലുള്ള എല്ലാ അൺനോൺസും ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ആ സ്ട്രക്ചറിനെ നമുക്ക് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറയാം. അപ്പോൾ എനി സ്ട്രക്ചർ ദാറ്റ് ക്യാൻ ബി അനലൈസ്ഡ് യൂസിങ് ഇക്വേഷൻസ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ആണ് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്.
അപ്പോൾ ഇൻഡിറ്റർമിനേറ്റ് എന്തായിരിക്കാം? ഇക്വേഷൻസ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം വെച്ച് മാത്രം കണ്ടുപിടിക്കാൻ, എല്ലാ അൺനോൺസും കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കുകയില്ല, ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എനി സ്ട്രക്ചർ ഓർ ഇറ്റ് ഈസ് ദ സ്ട്രക്ചർ വിച്ച് കനോട്ട് ബി എസ്റ്റാബ്ലിഷ്ഡ് യൂസിങ് ഇക്വേഷൻസ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എലോൺ. അപ്പോൾ ഇക്വേഷൻസ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം വെച്ച് മാത്രം ഫുൾ അൺനോൺസ്, അതിനകത്തുള്ള എല്ലാ അൺനോൺസും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ട്രക്ചറിനെയാണ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്താണ്, ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ ഏതൊരു സ്ട്രക്ചർ അനാലിസിസ് ആണെങ്കിലും, അനാലിസിന് വേണ്ടി ഏത് സ്ട്രക്ചർ എടുത്താലും അത് ഡിറ്റർമിനേറ്റ് ആണോ ഇൻഡിറ്റർമിനേറ്റ് ആണോ എന്നാണ് ആദ്യം നമുക്ക് നോക്കേണ്ടത്. ഇനി ഇതെങ്ങനെ തിരിച്ചറിയാൻ കഴിയും, അല്ലെങ്കിൽ ഇതിനെ രണ്ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഞാൻ പുതിയൊരു ടേം പറയാം. അതാണ് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്നത്. എന്താണ് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി? ടേം ആണ് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്താണെന്ന് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ പറഞ്ഞു, ഇക്വേഷൻസ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം വെച്ച് മാത്രം എല്ലാ അൺനോൺസും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്? അവിടെ ഉള്ള അൺനോൺസിൻ്റെ നമ്പർ ഇക്വേഷൻസ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തേക്കാൾ കൂടുതലാണ് എന്നാണ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിൻ്റെ മീനിങ് എന്ന്. അപ്പോൾ എത്ര സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉണ്ടോ അത്ര അൺനോൺസ് നമുക്ക് ആ ഇക്വേഷൻസ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ബാക്കിയുള്ള അൺനോൺസിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി ചില എക്സ്ട്രാ ഇക്വേഷൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പം ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറഞ്ഞാൽ ദാറ്റ് എക്സ്ട്രാ നമ്പർ ഓഫ് ഇക്വേഷൻസ് നീഡഡ് ടു കംപ്ലീറ്റ് അനാലിസിസ് ഓഫ് ആൻ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആണ് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്താണ്? ഇറ്റ് ഈസ് ദ ഇക്വേഷൻസ് ഇൻ അഡീഷൻ ടു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻ നെസസറി ടു അനലൈസ് ആൻഡ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആണ് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന്. അപ്പം ഞാൻ അതിനൊരു ഇക്വേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺസും അറിയാം, ഇക്വേഷൻസ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻ എത്ര ഉണ്ടെന്നും അറിയാം. അപ്പം അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും എന്ത്? ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. അപ്പം ഞാൻ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിനെ നമ്പർ ഓഫ് അൺനോൺസ്, number of total unknowns minus equations of static equilibrium. ഇക്വേഷൻസ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് എനിക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതാം. ഈ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിനെ ഞാൻ നൊട്ടേഷൻ കൊടുക്കുന്നതാണ് DS, D സഫിക്സ് S എന്ന് പറയുന്നത്. ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ആണ് DS. അത് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺസും അറിയാം, ഇക്വേഷൻസ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം അറിയാമെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും DS വാല്യൂ എന്ന് വെച്ചാൽ ആ എക്സ്ട്രാ അഡീഷണൽ ഇക്വേഷൻ എത്ര വേണം എന്നുള്ളതാണ് ആ ഒരു സ്ട്രക്ചറിൻ്റെ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്നത്. ഓക്കെ, അപ്പോൾ DS-ന്റെ ഇക്വേഷൻ ഞാൻ എഴുതി. അപ്പോൾ ഇക്വേഷൻസ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം 2D ആണെങ്കിൽ 3 നമ്പേഴ്സ് ആണ്, 3D ആണെങ്കിൽ 6 നമ്പേഴ്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺസ് നമുക്ക് ആ സ്ട്രക്ചർ അനുസരിച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി ഈ DS-ന്റെ വാല്യൂ നോക്കിക്കേ, ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആണ് എന്നുണ്ടെങ്കിൽ DS-ന്റെ വാല്യൂ എന്തായിരിക്കാം? ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ ഇക്വിലിബ്രിയം ഇക്വേഷൻ, സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വെച്ച് എല്ലാ അൺനോൺസും കണ്ടുപിടിക്കാൻ പറ്റും. അതായത് അവിടെ അഡീഷണൽ ഇക്വേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ DS-ന്റെ വാല്യൂ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിന് 0 ആയിരിക്കും. അപ്പോൾ DS-ന്റെ വാല്യൂ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിന് 0 ആയിരിക്കും. ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിന് DS-ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിനെ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിനെ DS-ന്റെ ടേമിലും രണ്ട് ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞു. DS 0 ആണ് ഡിറ്റർമിനേറ്റിന്, DS ഗ്രേറ്റർ ദാൻ 0 ആണ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിന്. ഇനി ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഫോർമേഷൻ പറഞ്ഞു, അതനുസരിച്ച് ഡിറ്റർമിനേറ്റ് എന്താണ്, ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത നമുക്കിനി നോക്കേണ്ടത് ഈ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ബീംസിനാണെങ്കിലും ഫ്രെയിംസിനാണെങ്കിലും ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാം, അതിൻ്റെ ഫോർമുലേഷനാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഒരു സ്ട്രക്ചറിൻ്റെ ഇൻഡിറ്റർമിനൻസി നമുക്ക് അതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടും പറയാം, എക്സ്റ്റേണൽ ആയിട്ടും പറയാം. അതായത് ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനൻസി ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി ഉണ്ട്. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ ബീമിൻ്റെ ഇൻസൈഡ് നടക്കുന്ന കാര്യം, അതായത് ഇൻസൈഡ് ദ ബീമിൽ എന്തൊക്കെ അൺനോൺസ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നു, ആ അൺനോൺസിന് മൂലമാണ് ആ സ്ട്രക്ചറിനെ ഇൻഡിറ്റർമിനേറ്റ് ആക്കുന്നത്. അതിനെ മീൻ ചെയ്യിക്കുന്നതാണ് ഇൻറ്റേർണൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത്. അതായത് അതിനെ ഞാൻ നൊട്ടേഷൻ DSI എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. DS ഓഫ് ഇൻറ്റേർണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ആണ് DSI. ഇനി എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ ബീം,
ഔട്ട്സൈഡ് ദ ബീം ആണ്. അപ്പം ബീമിന് ഔട്ട്സൈഡ് എന്താണുള്ളത്? അവിടെ അൺനോൺസ് സപ്പോർട്ട് റിയാക്ഷൻസ് ആണ്. അപ്പം ആ സപ്പോർട്ട് റിയാക്ഷൻസ് ഡ്യൂ ടു സപ്പോർട്ട് റിയാക്ഷൻസ് മൂലമുള്ള ഇൻഡിറ്റർമിനൻസിനെയാണ് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത്. അതിനെ ഞാൻ നൊട്ടേഷനായിട്ട് DSC എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. എക്സ്റ്റേണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ആണ് DSC. അപ്പം ഇന്റേണൽ എന്ന് പറയുമ്പോൾ ഇൻസൈഡ് ദ ബീമിൽ ഉണ്ടാകുന്ന അൺനോൺസ്, അവിടെ ഒരു ബീം കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ആക്സിയൽ ഫോഴ്സസ് ഉണ്ടാവാം, ഷിയർ ഫോഴ്സ് ഉണ്ടാവാം, ബീമിന് ഇൻസൈഡിൽ മൊമെന്റ് ഉണ്ടാവും. അപ്പം അത്തരത്തിലുള്ള ഇന്റേണൽ ഫോഴ്സ് മൂലം ഇൻഡിറ്റർമിനേറ്റ് ആക്കുകയാണെങ്കിൽ ആ കണ്ടുപിടിക്കുന്നതാണ് ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി DSI. സപ്പോർട്ട് റിയാക്ഷൻ മൂലമുള്ള ഇൻഡിറ്റർമിനൻസി ആണ് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത്, DSC എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി DS ആണ് എനിക്ക് വേണ്ടത്. അപ്പം DSIയും DSEയും ആഡ് ചെയ്യുമ്പോഴാണ് അവിടുത്തെ ടോട്ടൽ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുന്നത്. അതായത് നിങ്ങളുടെ ബേസിക് ഫോർമുല എന്ന് പറയുന്നത് DS = DSI + DSC. ഏതൊരു ബീമിനാണെങ്കിലും ഏതൊരു ഫ്രെയിമിനാണെങ്കിലും ഇന്റേണലി അവിടെ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി ഉണ്ടോ എക്സ്റ്റേണലി ഉണ്ടോ അത് രണ്ടും കൂടെ കണ്ടുപിടിച്ച് കൂട്ടുകയാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു ബീം കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ സപ്പോർട്ട് റിയാക്ഷൻ മൂലം ഉണ്ടാവുന്ന ഇൻഡിറ്റർമിനൻസി ആണ് എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി. ഇനി ഞാൻ ഈ ബീമിൽ ഒരു ലോഡ് കൊടുത്താൽ ആ ബീമിൽ ഒരു ഷിയർ ഫോഴ്സ് ഉണ്ടാവാം, ആക്സിയൽ ഫോഴ്സ് ഉണ്ടാവാം, മൊമെന്റ് ഉണ്ടാവാം. ഷിയർ ഫോഴ്സ് ഉണ്ടാവാം, ആക്സിയൽ ഫോഴ്സ് ഉണ്ടാവാം, മൊമെന്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ മൂലം ഉണ്ടാവുന്ന ഇൻഡിറ്റർമിനൻസിനെയാണ് അവിടുത്തെ ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ഇക്വേഷൻ DS = DSI + DSC ആണ്. DSI എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ആണ്, ഡ്യൂ ടു മെമ്പർ ഫോഴ്സസ് ആണ്. DSC എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ആണ്, ഡ്യൂ ടു സപ്പോർട്ട് റിയാക്ഷൻസ് ആണ്. ഇനി നമുക്കിത് ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെ ഇതൊക്കെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ DSI എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇന്റേണൽ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എങ്ങനെ കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ലൂപ്പിന്റെ സഹായത്തോടെയാണ്. അതായത് ലൂപ്പ് കൺസിഡർ ചെയ്തിട്ടാണ് അവിടുത്തെ ഇന്റേണൽ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി നമ്മൾ ഓരോ പ്രോബ്ലംസിലും ഡിറ്റർമിൻ ചെയ്യുന്നത്, ഓരോ ഫ്രെയിംസിലും ഓരോ ബീംസിലും ഡിറ്റർമിൻ ചെയ്യുന്നത്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ്. അപ്പം നമ്മളുടെ ഗിവൺ സ്ട്രക്ചറിൽ ക്ലോസ്ഡ് ഫിഗർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് അവിടുത്തെ ഡിഗ്രി ഓഫ് ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഞാനൊരു ബീം കൺസിഡർ ചെയ്യാണ്. ഒരെണ്ട് ഫിക്സഡ് ആണ്, ഒരെണ്ട് റോളർ ആയിട്ടുള്ള ഒരു ബീം ഞാൻ കൺസിഡർ ചെയ്തു. ഈ ബീം നോക്കിക്കേ, ഇതിൽ എന്തെങ്കിലും ക്ലോസ്ഡ് ഫിഗർ ഉണ്ടോ? ഇല്ല. അതായത് ഇവിടെ ലൂപ്പ് ഇല്ല, ലൂപ്പ് 0 ആണ്. അപ്പോഴത്തേക്ക് ലൂപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിഗ്രി ഓഫ് ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി DSIയുടെ വാല്യൂ 0 ആയിരിക്കും, ലൂപ്പ് ഇല്ലാത്തത് കൊണ്ട്. ഇനി ഇതിൻ്റെ DSC എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? DSC എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു സപ്പോർട്ട് റിയാക്ഷൻ ആണെന്ന് പറഞ്ഞു. ഫിക്സഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എത്ര സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ട്? ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ട്, ഒരു മൊമെന്റ് ഉണ്ട്. ടോട്ടൽ 3 നമ്പേഴ്സ് ഓഫ് റിയാക്ഷൻ ആണ് ഒരു ഫിക്സഡ് സപ്പോർട്ടിനുള്ളതെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ ഒരു റോളർ ആണ് എന്നുണ്ടെങ്കിൽ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ആണുള്ളത്. 1 നമ്പേഴ്സ് ഓഫ് റിയാക്ഷൻ ആണ് റോളർ സപ്പോർട്ടിനുള്ളത്. അപ്പോൾ ടോട്ടൽ റിയാക്ഷൻസ് എത്രയാണ്, അല്ലെങ്കിൽ ടോട്ടൽ അൺനോൺസ് ഇവിടെ എത്രയാണ്? 3 + 1 = 4 ആണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺസ്. ഇനി 2D ആണെങ്കിൽ എത്ര സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണുള്ളത്? 3 നമ്പേഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണുള്ളത്. DS കണ്ടുപിടിക്കുന്ന മെയിൻ ഇക്വേഷൻ ഞാൻ പറഞ്ഞു, ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺസ് മൈനസ് ഇക്വേഷൻസ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ ഞാൻ 3 + 1 എന്നത് എൻ്റെ അൺനോൺസ് ആണ്, 3 ആണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് 4 - 3 = 1. അപ്പം ഈ ഒരു പ്രോബ്ലത്തിൻ്റെ DSന്റെ വാല്യൂ എന്ത് കിട്ടും? DS = 0 + 1 = 1 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ DSI എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? DSC എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ DS എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ള ഒരു ചെറിയ എക്സാമ്പിളാണ് പറഞ്ഞത്. പിന്നെ മനസ്സിലാക്കാൻ ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു ഫ്രെയിം കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ,
ഇപ്പം ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ, ഇതിൽ ക്ലോസ്ഡ് ഫിഗർ ഉണ്ടോ? ഉണ്ട്. അപ്പം ഇവിടെ ഒരു ലൂപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നമ്പർ ഓഫ് ലൂപ്സ് എന്ന് പറയുന്നത് 1 ആണ്. നമ്പർ ഓഫ് ലൂപ്സ് നമുക്കറിയാമെങ്കിൽ അവിടുത്തെ ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി DSI കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 3m എന്നത്. m എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലൂപ്സ് ആണ്. നമ്പർ ഓഫ് ലൂപ്സ് ആണ്. അപ്പം ഇവിടെ 1 നമ്പർ ഓഫ് ലൂപ്സ് ആണുള്ളത്. അപ്പം അവിടുത്തെ DSI എന്ന് പറയുന്നത് 3 × 1 ദാറ്റ് ഈസ് ഇസിക്കൽ ടു 3 ആണ്. ഇനി എങ്ങനെ ഈ 3m എന്ന് വരാൻ കാരണം? ഇപ്പം ഇവിടെ ഒരു ലൂപ്പാണുള്ളത്. ഈ ലൂപ്പിൽ മൊത്തം എത്ര മെമ്പേഴ്സ് ഉണ്ട്? 1 മെമ്പർ, 2 മെമ്പർ, 3 മെമ്പർ, 4 മെമ്പർ, 4 മെമ്പേഴ്സ് ആണുള്ളത്. നമുക്കറിയാം നമുക്ക് 3 ഇക്വേഷൻസ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഉണ്ട്. ആ 3 ഇക്വേഷൻസ് വെച്ച് ഇതിലെ 3 മെമ്പറിനെ എനിക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പം 4മതൊരു മെമ്പറാണ് അവിടെ എക്സ്ട്രാ ആയിട്ട് ഒരു ലൂപ്പിലുള്ളത്. അപ്പം ആ 4മത്തെ മെമ്പറിൽ അവിടെ ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യാം, ആക്സിയൽ ഫോഴ്സ് ആക്ട് ചെയ്യാം, മൊമെന്റ് ആക്ട് ചെയ്യാം. അപ്പം അവിടുത്തെ അൺനോൺസ് 3 നമ്പേഴ്സ് ഓഫ് അൺനോൺസ് ഈ ഒരു മെമ്പറിൽ ആക്ട് ചെയ്യാം. അപ്പം അത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. അപ്പം ആ ഒരു ഐഡിയയിൽ നിന്നാണ് 3 × 1 ആണ് അവിടുത്തെ ഡിഗ്രി ഓഫ് ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ DSI കണ്ടുപിടിക്കുന്നത് ലൂപ്പ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ DSI കണ്ടുപിടിക്കുന്നതാണ് പറഞ്ഞത്. ഇനി നമുക്ക് ടോട്ടൽ DS കണ്ടുപിടിക്കാനുള്ള മറ്റു ഫ്രെയിംസിൻ്റെയും മറ്റു ബീംസിൻ്റെയും എക്സാമ്പിൾസ് നോക്കാം. ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് DSE + DSI ആണ്. DSI എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ആണ്. അത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലൂപ്പാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി ഏതൊരു ബീം കൺസിഡർ ചെയ്താലും ഞാനൊരു 2 എൻഡ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ബീം കൺസിഡർ ചെയ്തു. ഈ ബീമിന് അത് ലൂപ്പ് ഉണ്ടോ? ഇല്ല. അപ്പം ലൂപ്പ് ഇല്ല. അപ്പം DSIയുടെ വാല്യൂ എന്താണ്? 0 ആണ്. ഞാൻ ഇനി വേറെ സിംപ്ലി സപ്പോർട്ടഡ് ബീം കൺസിഡർ ചെയ്തു. ഇതിനകത്ത് ലൂപ്പ് ഉണ്ടോ? ഇവിടെ ലൂപ്പില്ല. DSIയുടെ വാല്യൂ 0 ആണ്. അതിനർത്ഥം എന്താണ്? ഏതൊരു ബീം എടുത്താലും അവിടെ DSI വാല്യൂ, ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി, ഇന്റേണൽ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയുടെ വാല്യൂ 0 ആയിരിക്കും. ദാറ്റ് ഈസ് നോ ലൂപ്പാണ്. അവിടെ ലൂപ്പും ഇല്ല, DSIയുടെ വാല്യൂ ഇല്ല. എക്സ്റ്റേണൽ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അതായത് ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺസ് എടുക്കുന്നു, സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എടുക്കുന്നു, അതിൻ്റെ ഡിഫറൻസ് എടുക്കുന്നതാണ് DS വാല്യൂ ബീമിന് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ എല്ലാ ബീമിനും DSI വാല്യൂ 0 ആണെന്നുള്ളൊരു പോയിന്റാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഓരോ എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, ഒരു ബീം കൺസിഡർ ചെയ്യുകയാണ്. ഒരു എൻഡ് ഫിക്സഡും മറ്റേ എൻഡ് ഹിഞ്ചഡ് ആയിട്ടുമുള്ള ഒരു ബീം ഞാൻ കൺസിഡർ ചെയ്യുന്നു. അപ്പം ഫിക്സഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻ്റെ നമ്പേഴ്സ് എത്ര ആണ്? നേരത്തെ പറഞ്ഞു 3 നമ്പേഴ്സ് ഓഫ് സപ്പോർട്ട് റിയാക്ഷൻ ആണ് ഫിക്സഡ് സപ്പോർട്ടിലുള്ളത്. ഹിഞ്ചഡ് ആണ് എന്നുണ്ടെങ്കിൽ 2 നമ്പേഴ്സ് ഓഫ് സപ്പോർട്ട് റിയാക്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് DSൻ്റെ വാല്യൂ നോർമലി DSE + DSI ആണ്. ബീം ആയതുകൊണ്ട് DSI 0 ആണ്. ആകെപ്പാട് DSE മാത്രമേ ഉള്ളൂ. അപ്പോൾ DSൻ്റെ വാല്യൂ ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺസ് 3 + 2 മൈനസ് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എത്രയാണ്? 3 നമ്പേഴ്സ് ആണ്. അപ്പം 3 + 2 - 3 ദാറ്റ് ഈസ് 5 - 3 = 2 ഡിഗ്രി ആണ് ഇവിടുത്തെ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമ്പിളുടെ DSൻ്റെ വാല്യൂ 2 ആണ്. അതായത് 2 എക്സ്ട്രാ ഇക്വേഷൻസ് കൂടി വേണം. ബീം തന്നെ ഞാൻ 2 എൻഡും ഫിക്സഡ് ആയിട്ട് എടുത്തു. ഫിക്സഡ് ആണെങ്കിൽ എത്ര സപ്പോർട്ട് റിയാക്ഷൻ ആണുള്ളത്? 3 നമ്പേഴ്സ് ഓഫ് സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ട്. അപ്പം ഇവിടെ 3 സപ്പോർട്ട് റിയാക്ഷൻ, അതുപോലെ തന്നെ ഇവിടെയും 3 സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ട്. അപ്പം DS എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺസ് ദാറ്റ് ഈസ് 3 + 3 മൈനസ് നമ്പർ ഓഫ് ഇക്വേഷൻസ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എത്രയാണ്? 3 നമ്പേഴ്സ് ആണ്. -3 ദാറ്റ് ഈസ് 6 - 3 3 ആണ് ഇവിടുത്തെ DSൻ്റെ വാല്യൂ. 2 എൻഡും റോളർ സപ്പോർട്ടാണ്. ഓക്കെ, റോളർ സപ്പോർട്ടാണ്. റോളർ സപ്പോർട്ട് എത്ര സപ്പോർട്ട് റിയാക്ഷൻ ആണുള്ളത്? 1 നമ്പർ ഓഫ് സപ്പോർട്ട് റിയാക്ഷൻ ആണ് റോളറിനുള്ളത്. ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഇവിടെയും 1. അപ്പം ഒരു അൺനോൺ ഇവിടെ, ഒരു അൺനോൺ ഇവിടെ. നമ്മുടെ DSൻ്റെ ഇക്വേഷൻ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺസ്, അതായത് 1 + 1 മൈനസ് ഇക്വേഷൻസ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ദാറ്റ് ഈസ് 3 നമ്പേഴ്സ്. അപ്പം 2 - 3 ചെയ്യുമ്പം -1 ആണ് എനിക്ക് വാല്യൂ വരുന്നത്. അതായത് DSൻ്റെ വാല്യൂ ഇവിടെ നെഗറ്റീവ് വന്നു.
ലെസ് ദാൻ 0 വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ സ്ട്രക്ചർ സ്റ്റേബിൾ അല്ല, അൺസ്റ്റേബിൾ ആണ്. അങ്ങനെ ഒരു സ്ട്രക്ചർ എക്സിസ്റ്റ് ചെയ്യില്ല, അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഡി എസിൻ്റെ വാല്യൂ ഒരിക്കലും നെഗറ്റീവ് വരികയാണെങ്കിൽ അത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അപ്പോൾ ആ ഒരു അൺസ്റ്റേബിലിറ്റി കാണിക്കാനാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഞാനൊരു ബീം കൺസിഡർ ചെയ്യുകയാണ്. ഒരെൻഡ് ഫിക്സഡ് ആണ്, ഒരെൻഡ് ഹിഞ്ച്ഡ് ആണ്. ഞാൻ ഇൻറ്റേർണലി ഒരു ഹിഞ്ച് കൂടി കൊടുക്കുന്നു. നമുക്കറിയാം ഹിഞ്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു ബീം ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പം കംപ്ലീറ്റ്ലി ഒരു ബീം പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഹിഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. അപ്പോൾ അതിനെയാണ് ഇൻറ്റേർണൽ ഹിഞ്ച് എന്ന് പറയുന്നത്. ഒരു ബീമിൻ്റെ ഇൻസൈഡിൽ ഒരു ഹിഞ്ച് അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ അവിടെ ഒരു മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. അങ്ങനെയുള്ള കേസിൽ എങ്ങനെ ഡി എസ് വാല്യൂ കണ്ടുപിടിക്കാം? നമുക്ക് സാധാരണ നമ്മുടെ മെയിൻ പ്രൊസീജിയർ നോക്കാം. ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ 3 സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ട്, ഹിഞ്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ 2 സപ്പോർട്ട് റിയാക്ഷനും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡി എസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 3 + 2 മൈനസ് ഇക്വേഷൻസ് ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം 3 നമ്പേഴ്സ് ആണ്. ഇതാണ് നമ്മൾ കോമൺലി ചെയ്യുന്നത്. ഇനി അടുത്തത് ഹിഞ്ച്ഡ് ആയിട്ട് അല്ലെങ്കിൽ നടുക്ക് ആ ബീമിന് ഇൻസൈഡ് ആയിട്ട് ഒരു ഹിഞ്ച് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. അപ്പം ഇതിനെ നമുക്ക് റിജിഡ് ആക്കണമെങ്കിൽ എക്സ്ട്രാ ഒരു ഇക്വേഷൻ കൂടി അവിടെ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഹിഞ്ചിനുണ്ടാവുന്ന ആ ഇക്വേഷൻസിൻ്റെ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? അതിനൊരു ഇക്വേഷൻ ഉണ്ട്, n-1. n എന്ന് പറഞ്ഞാൽ ഈ ഹിഞ്ചിൽ മീറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ് n എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കോ, ഇതാണ് നമ്മുടെ ഹിഞ്ച്. അപ്പോൾ ഇവിടുത്തെ ഈ മെമ്പർ 2 മെമ്പറാണ് ഇവിടെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ n എന്ന് പറയുന്നത് 2 ആണ്. 2 - 1 ദാറ്റ് ഈസ് 1. അപ്പം അവിടെ ഒരു എക്സ്ട്രാ അഡീഷണൽ 1 ഇക്വേഷൻ കൂടി ഇവിടെ നമ്മൾ എടുക്കണം. അപ്പോൾ -3 കഴിഞ്ഞ് -1 കൂടി എടുക്കും. ഒരു എക്സ്ട്രാ ഇക്വേഷൻസ് കൂടി നമുക്ക് അവിടെ ഹിഞ്ച് ആണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യണം. ആ എക്സ്ട്രാ ഇക്വേഷന്റെ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? n-1 ആണ്. നമ്പർ ഓഫ് മെമ്പേഴ്സ് മീറ്റ് അറ്റ് ദാറ്റ് ഹിഞ്ച് -1 ആണ്. ഈ ഒരു എക്സാമ്പിളിൽ 2 മെമ്പേഴ്സ് മീറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് 2 - 1 ദാറ്റ് ഈസ് 1 കൂടി അവിടുന്ന് നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഇക്വേഷൻ 5 - 4 ദാറ്റ് ഈസ് 1. ഇന്റേണൽ ഹിഞ്ച് വന്നാൽ എങ്ങനെ ബീമിൻ്റെ ഡി എസ് കണ്ടുപിടിക്കണം? നോർമലി ആയിട്ടുള്ള സപ്പോർട്ട് റിയാക്ഷനുള്ള ബീംസ് ആണെങ്കിൽ എങ്ങനെ ഡി എസ് കണ്ടുപിടിക്കണം? ഇനി നമുക്ക് അടുത്ത ഫ്രെയിംസിലോട്ട് നോക്കാം. ഈ ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇതൊരു ഫ്രെയിമാണ്. ഫ്രെയിം എന്ന് പറഞ്ഞാൽ എല്ലാ ജോയിൻസും വെൽഡഡ് ആണ് അല്ലെങ്കിൽ റിജിഡ് ആണ് എന്നുള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫ്രെയിം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഫ്രെയിം കൺസിഡർ ചെയ്യുന്നു. ഇനി ഈ ഫ്രെയിമിൻ്റെ ഡി എസ് എങ്ങനെ കണ്ടുപിടിക്കാം? അതാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്കറിയാം, നമുക്ക് കോമൺ പ്രൊസീജിയർ ഡി എസിൻ്റെ അറിയാം. സപ്പോർട്ട് ഇവിടെ 3 റിയാക്ഷൻസ് ഉണ്ട്. ഫിക്സഡ് സപ്പോർട്ടാണ്, 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഡി എസിൻ്റെ വാല്യൂ 3 + 3. എത്ര ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഉണ്ട്? 3 നമ്പേഴ്സ് ആണ്. അപ്പം -3 ദാറ്റ് ഈസ് 3 കിട്ടും. ഇനി ഇതിപ്പം ഞാൻ ആദ്യമേ പറഞ്ഞതാണ് DSI + DSE ആണ്. DSI എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ലൂപ്പിൻ്റെ സഹായത്തോടെ. ഈ ഫ്രെയിം നോക്കിക്കേ, ഇതിൽ ലൂപ്പ് ഉണ്ടോ? ഇല്ല. ഇവിടെയും നോ ലൂപ്പാണ്. നോ ലൂപ്പ് ആയതുകൊണ്ട് DSI വാല്യൂ ഇല്ല. DSE മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അത് നമ്മൾ സാധാ അൺനോൺസ് മൈനസ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ചെയ്തപ്പോൾ ഇതിൻ്റെ വാല്യൂ DS3 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ലൂപ്പുള്ള ഒരു ഫ്രെയിമിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രെയിം എക്സാമ്പിൾ നോക്കുക. ഇവിടെ ഫിക്സഡ് ആണ്, 3 അൺനോൺസ്, 3 സപ്പോർട്ട് റിയാക്ഷൻ, ഇവിടെയും 3 ആണ്. ഒരു ലൂപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഡി എസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് DS എന്ന് പറയുന്നത് DSE + DSI ആണ്. ഇവിടുത്തെ DSE എന്ന് പറയുന്നതാണ് 3 + 3 -3 ദാറ്റ് ഈസ് 6 - 3 3. ഇനി DSI എനിക്ക് നോക്കണം. DSI എന്ന് പറയുന്നത് നേരത്തെ ഞാൻ ഇക്വേഷൻ പറഞ്ഞു, 3 × നമ്പർ ഓഫ് ലൂപ്സ് എന്ന് പറഞ്ഞു. ഇവിടെ നമ്പർ ഓഫ് ലൂപ്സ് എത്രയാണ്? 1 നമ്പർ ഓഫ് ലൂപ്പാണുള്ളത്. m = 1 ആണ്. ദാറ്റ് ഈസ് 3 × 1 = 3 ആണ് DSI. അപ്പം DSIയുടെ വാല്യൂ 3, DSCയുടെ വാല്യൂ 3. ടോട്ടൽ DS = 3 + 3 = 6 ആണ് ഇവിടുത്തെ DS വാല്യൂ. ഒരു ഫ്രെയിമിൻ്റെ DS വാല്യൂ 6 ആണ്. എങ്ങനെയാണ് കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി. ഒന്നിൽ കൂടുതൽ ലൂപ്പുള്ള ഒരു ഫ്രെയിം നമുക്ക് നോക്കാം.
ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രെയിമാണ്. ഇതിൽ നമ്മൾ ഡി എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഡി എസ് സി എങ്ങനെ കണ്ടുപിടിക്കും? സപ്പോർട്ട് റിയാക്ഷൻ ഫിക്സർ ആയതുകൊണ്ട് 3 നമ്പേഴ്സ് ആണ്, ഇവിടെയും 3 നമ്പേഴ്സ് ആണ്, ഇവിടെയും 3 നമ്പേഴ്സ് ആണ്. ദാറ്റ് ഈസ് ഡി എസ് സി എന്ന് പറയുന്നത് 3 + 3 + 3 - 3, ദാറ്റ് ഈസ് 9 - 3 = 6 ആണ്. ഇനി എനിക്ക് ഡി എസ് ഐയുടെ വാല്യൂ വേണം. ഇവിടെ അപ്പോൾ എത്ര നമ്പേഴ്സ് ലൂപ്പ് ഉണ്ട്? 2 ലൂപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ലൂപ്സിന്റെ വാല്യൂ എം വാല്യൂ = 2 ആണ്. 3m ആണ് നമ്മുടെ ഇക്വേഷൻ. ദാറ്റ് ഈസ് 3 × 2 = 6. അപ്പോൾ 6 നമ്പേഴ്സ് ആണ് അവിടുത്തെ ഡിഗ്രി ഓഫ് ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി. എക്സ്റ്റേണലും 6 ആണ്. അപ്പോൾ ടോട്ടൽ ഡി എസ് = 6 + 6 = 12 ആണ്. ഈ ഒരു എക്സാമ്പിളിൻ്റെ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് 12 ആണ്. ഞാനിനി ഈ ഒരു ഫിഗറിൽ തന്നെ ചെറിയൊരു മാറ്റം വരുത്താൻ പോവാണ്. അതായത് ഞാൻ ഇവിടെ ഒരു ഹിഞ്ച് പ്രൊവൈഡ് ചെയ്യുകയാണ്, ഒരു ഹിഞ്ച് കൂടി കൊടുക്കുന്നു. അപ്പോൾ ഹിഞ്ച് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഡി എസ് കണ്ടുപിടിക്കേണ്ടതെന്ന് നേരത്തെ പറഞ്ഞു. ഹിഞ്ച് വരുവാണെങ്കിൽ അതിനനുസരിച്ച് അവിടെ എക്സ്ട്രാ ഇക്വേഷൻസ് നമ്മൾ ആഡ് ചെയ്യണം. ആ എക്സ്ട്രാ ഇക്വേഷൻസിൻ്റെ നമ്പർ കണ്ടുപിടിക്കാൻ ഞാനൊരു ഇക്വേഷൻ പറഞ്ഞു, n - 1. n എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് മീറ്റിംഗ് അറ്റ് ദാറ്റ് ഹിഞ്ച് പോയിന്റ്. അപ്പോൾ ഇവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഒരു മെമ്പർ താണ്ട്, രണ്ടാമത്തെ മെമ്പർ, മൂന്നാമത്തെ മെമ്പർ. അപ്പോൾ 3 മെമ്പേഴ്സ് ആണ് ഈ ഹിഞ്ചിൽ മീറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് n എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 - 1 എടുക്കുമ്പോൾ 2 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 3 ഇക്വേഷൻ മൈനസ് ചെയ്ത സ്ഥാനത്ത് ഒരു 2 ഇക്വേഷൻ കൂടി, എക്സ്ട്രാ 2 ഇക്വേഷൻ കൂടി അവിടെ മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് 6 - 2 = 4 ആവും. അപ്പോൾ ടോട്ടൽ ഡി എസ് എന്ന് പറയുന്നത് 6 + 4 = നമുക്ക് എന്താവും? 10 ആവും. ഡി എസിൻ്റെ വാല്യൂ ഇവിടെ ഒരു ഇന്റേണൽ ഹിഞ്ച് കൂടി കൊടുത്തപ്പോൾ ഡി എസിൻ്റെ വാല്യൂ 12 മാറി ഇപ്പം എന്തായി? 10 ആയി. അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഹിഞ്ച് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണെന്ന് നോക്കുക. അതേ -1 ആണ് അവിടുത്തെ എക്സ്ട്രാ ഇക്വേഷൻസ് നമ്മളവിടെ മൈനസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫ്രെയിമിൻ്റെ ഡി എസ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ബീംസിനും ഫ്രെയിംസിനും ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ഫ്രെയിംസിൻ്റെ ഡി എസ് കണ്ടുപിടിക്കാൻ ചില സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോർമുല, അതായത് ഡെറിവേഷനിൽ നിന്ന് തിയററ്റിക്കൽ ആയിട്ടുള്ള മീനിങ്ങിൽ നിന്നും ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുള്ള സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു 4 ഇക്വേഷൻസ് ഫോർമുലാസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ ആദ്യം തന്നെ പിൻ ജോയിൻറ്റഡ് പ്ലെയിൻ ഫ്രെയിം ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ സിംപ്ലിഫൈഡ് ഫോർമുല പറയാൻ പോകുന്നത് പിൻ ജോയിൻറ്റഡ് പ്ലെയിൻ ഫ്രെയിമിൻ്റെ ഡി എസ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ പിൻ ജോയിൻറ്റഡ് പ്ലെയിൻ ഫ്രെയിമിൻ്റെ ഡി എസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് m + r - 2j. ഇതിൽ എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദാറ്റ് ഫ്രെയിം ആണ്. ആർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻസിൻ്റെ നമ്പറാണ്. ജെ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ജോയിൻസ് ഇൻ ദാറ്റ് ഫ്രെയിം ആണ്. ഇനി എങ്ങനെ ഈ ഇക്വേഷൻ വന്നു എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞു തിയററ്റിക്കൽ ആയിട്ടുള്ള മീനിങ്ങിൽ നിന്നാണ് ഈ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് വെച്ചേക്കുന്നത്. m + r എന്ന് പറയുമ്പം ഒരു ഫ്രെയിം എടുത്താൽ കുറേ മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഓരോ മെമ്പറിലും ഓരോ ഫോഴ്സ് വെച്ച് ആക്ട് ചെയ്യും. അപ്പം മെമ്പർ ഫോഴ്സ് ആണ് m എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. r എന്ന് പറഞ്ഞാൽ അവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻസ് അൺനോൺസ്. അപ്പോൾ ടോട്ടൽ അൺനോൺസ് എന്ന് പറയുന്നത് m + r ആണ്. ഇനി ഫ്രെയിം എടുക്കുമ്പോൾ ഒരു ജോയിനിൽ 2 ഇക്വേഷൻസ് വെച്ച് കാണും. അതുകൊണ്ട് j നമ്പർ ഓഫ് ജോയിൻസ് ഉണ്ടെങ്കിൽ 2 × j അങ്ങനെയാണ് വന്നത്. അങ്ങനെയാണ് m + r - 2j. അതായത് ഈ ഡി എസ് സിയും ഡി എസ് ഐയും കൂടെ ആഡ് ചെയ്തിട്ടുള്ള സിംപ്ലിഫൈഡ് ഫോർമുലയാണ് ഒരു പിൻ ജോയിൻറ്റഡ് പ്ലെയിൻ ഫ്രെയിമിന് എഴുതി വെച്ചേക്കുന്നത് m + r - 2j. അപ്പോൾ നിങ്ങൾക്ക് ഗേറ്റിനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, എത്ര ജോയിൻ്റ് ഉണ്ട്, എത്ര സപ്പോർട്ട് റിയാക്ഷൻ എന്നുള്ളത് അറിയാമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തത് പിൻ ജോയിൻറ്റഡ് തന്നെ സ്പേസ് ഫ്രെയിം ആണെങ്കിൽ എന്താണ് സിംപ്ലിഫൈഡ് ഫോർമുല എന്ന് നോക്കാം. പിൻ ജോയിൻറ്റഡ് സ്പേസ് ഫ്രെയിം ആണ് എന്നുണ്ടെങ്കിൽ ഡി എസ് കാണുന്ന ഇക്വേഷൻ ആണ് m + r - 3j ആണ്.
അതായത് പിൻ ജോയിന്റ് സ്പേസ് ഫ്രെയിം ആണെങ്കിൽ ഡി എസ് കണ്ടുപിടിക്കുന്ന സിംപ്ലിഫൈഡ് ഫോർമുല m+r-3j ആണ്. എന്ന് വെച്ചാൽ ഇവിടെ സ്പേസിലാണ്, അപ്പം 3 ഡയറക്ഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞത് പ്ലെയിനിലായതുകൊണ്ട് എക്സും വൈയും ഉള്ളു, അതുകൊണ്ടാണ് 2 × j വന്നത്. ഇതിപ്പോൾ സ്പേസിലായതുകൊണ്ട് 3 × j വന്നു. ദാറ്റ് ഈസ് m+r-3j ആണ് പിൻ ജോയിന്റ് സ്പേസ് ഫ്രെയിമിന്റെ ഡി എസ് കാണുന്ന ഇക്വേഷൻ. ഇനി നമുക്ക് റിജിഡ് ജോയിന്റ് ഉണ്ട് നോക്കാം. അപ്പം അടുത്ത സിംപ്ലിഫൈഡ് ഫോർമുലയാണ് റിജിഡ് ജോയിന്റഡ് പ്ലെയിൻ ഫ്രെയിം. അപ്പം പ്ലെയിനിലിരിക്കുന്ന റിജിഡ് ജോയിന്റഡ് ആയിട്ടുള്ള ഫ്രെയിമിൻ്റെ ഡി എസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിൻ്റെ സിംപ്ലിഫൈഡ് ഫോർമുലയാണ് 3m+r-3j ആണ് പ്ലെയിൻ ഫ്രെയിമിലിരിക്കുന്ന ഒരു റിജിഡ് ജോയിന്റിന്റെ ഡി എസ് കാണുന്ന സിംപ്ലിഫൈഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ റിജിഡ് ജോയിന്റഡ് സ്പേസ് ഫ്രെയിമിന്റെ ഇക്വേഷൻ നോക്കാം. റിജിഡ് ജോയിന്റഡ് സ്പേസ് ഫ്രെയിമിന്റെ ഇക്വേഷൻ ആണ് 6m+r-6j ആണ്. 6m+r-6j ആണ് റിജിഡ് ജോയിന്റഡ് സ്പേസ് ഫ്രെയിമിന്റെ ഡി എസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അപ്പം നമുക്ക് ഫ്രെയിംസിന്റെ പ്രോബ്ലംസ് വന്നാൽ അതിലെ മെമ്പേഴ്സും ജോയിൻസും സപ്പോർട്ട് ആക്ഷന്റെ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈസി ആയിട്ട് ഡി എസ് കണ്ടുപിടിക്കാനുള്ള സിംപ്ലിഫൈ ചെയ്ത് വെച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഈ പറഞ്ഞ 4. അപ്പോൾ നമ്മൾ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ബീമിനും ഫ്രെയിംസിനും ഒക്കെ കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് രണ്ടൊരു എക്സ്ട്രാ ടേം കൂടി ഞാൻ പരിചയപ്പെടുത്താം. ഫസ്റ്റ് വൺ ആണ് ഇന്റേണൽ പിൻ എന്താണ്. അതായത് ഒരു ബീമിൽ പിൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട, അതിൻ്റെ അർത്ഥം എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതായത് പിൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറിൽ നമ്മൾ പിൻ കൊടുക്കുകയാണെങ്കിൽ ആ സ്ട്രക്ചറിൻ്റെ ആ പിന്നിൻ്റെ ഇപ്പുറത്തെ ഈ സൈഡിൽ നിന്ന് ഈ ഒരു മെമ്പറിൽ നിന്നും അപ്പുറത്തെ മെമ്പറിലോട്ട് മൊമെൻറ്റിനെ ആ പിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുകയില്ല. അപ്പോൾ ഈ പിന്നിന് എബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് വാല്യൂ എടുത്താൽ 0 കിട്ടും. അപ്പം ഇന്റേണൽ പിന്ന് നമ്മുടെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലത്തിലുണ്ടെങ്കിൽ എക്സ്ട്രാ അവിടെ ഒരു ഇക്വേഷൻ ആണ് വരുന്നത്. സിഗ്മ എം അബൌട്ട് ദാറ്റ് പിൻ ഇസ് ഈക്വൽ ടു 0. മൊമെന്റിനെ ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലോട്ട് ഇന്റേണൽ പിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അതാണ് ഇന്റേണൽ പിൻ എന്നതിൻ്റെ അർത്ഥം. അടുത്തൊരു ടേം ആണ് ഇന്റേണൽ ലിങ്ക് എന്നത്. ഇന്റേണൽ ലിങ്ക് എന്ന് നിങ്ങൾക്ക് കേൾക്കാം. ലിങ്ക് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു ഷോർട്ട് ബാർ 2 എൻഡിലും പിന്നാണ്. അപ്പം ഒരു ഷോർട്ട് ബാർ 2 എൻഡും പിന്നാണ് നമ്മുടെ സ്ട്രക്ചറിന് ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു ഇന്റേണൽ ലിങ്ക് ഉണ്ടെങ്കിൽ. എന്ന് വെച്ചാൽ ഇവിടെ പിന്നുള്ളത് കൊണ്ട് എന്തായാലും മൊമെന്റ് ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല, കൂടാതെ ഹൊറിസോണ്ടൽ ഫോഴ്സും അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അപ്പോൾ അവിടെ 2 ഇക്വേഷൻസ് ആണ് വരുന്നത്. സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0, സിഗ്മ എം ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇന്റേണൽ ലിങ്ക് നമ്മുടെ പ്രോബ്ലത്തിലുണ്ടെങ്കിൽ ഈ 2 എക്സ്ട്രാ ഇക്വേഷൻസ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ബിടെക്കിൻ്റെ ആണെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലത്തിലൊന്നും പിന്നും ലിങ്കും ഒന്നും സാധാരണ ചോദിച്ചു കണ്ടുവരുന്നില്ല. ഗേറ്റ് ലെവലിലൊക്കെയാണ് സാധാരണ ചോദിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് ഇക്വിലിബ്രിയം കണ്ടീഷനും ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ആയിരുന്നു. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെച്ചത്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് തന്നെ ഞാൻ കരുതുന്നു. നിങ്ങൾ റിലേറ്റ് ചെയ്ത കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഗേറ്റ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് അതിൽ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഡിറ്റർമിൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞു ബിടെക്കിൻ്റെ 4th സെമസ്റ്ററിൽ നിങ്ങൾക്ക് സ്ട്രക്ചർ അനാലിസിസ് 1 ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി പഠിക്കാനുണ്ട്. അതുമായി റിലേറ്റ് ചെയ്ത പ്രോബ്ലംസും ചെയ്ത് നോക്ക്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ ആണെങ്കിലും PDF നോട്ട്സ് അവൈലബിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ഫെനിക്സ് അക്കാഡമി എന്ന ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി കോൺടാക്ട് ചെയ്യുക. ഇനിയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഡൗട്ട്സ് എന്താണ് എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അതെന്താണെന്നുമുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് സ്ട്രക്ചറിൻ്റെ ബേസിക് കൺസെപ്റ്റാണ്, സ്റ്റാർട്ട് ചെയ്യുന്ന കൺസെപ്റ്റാണ് ഈ പോർഷൻസ്. ഇനി നമുക്ക് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി വരുന്നുണ്ട്, അത് അടുത്ത വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരും നോട്ടിഫിക്കേഷനായി സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊള്ളുന്നു. അടുത്ത വീഡിയോയിലൂടെ പുതിയൊരു ടോപ്പിക്കുമായി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയൊരു ടെക്നിക്കൽ ടോപ്പിക്കുമായി നമുക്ക് കാണാം.